ഇപ്പോൾ ശ്രീധരൻ പിള്ള മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അധികാര റിപ്പബ്ലിക്കുകളായി വെട്ടിമുറിക്കണമെന്നായിരുന്നു. അവരുപയോഗിച്ച വാക്കാണ് സോവറിൻ റിപ്പബ്ലിക്. നിഷേധിക്കട്ടെ, ധൈര്യമുണ്ടെങ്കിൽ നിഷേധിക്കട്ടെ. അതുകൊണ്ട് ദ്രവീഡിയൻ ദേശീയത 16 പരമാധികാര രാജ്യങ്ങളായി വിഭജിക്കണം. അതിനുവേണ്ടി ഹിതപരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ഹിതപരിശോധന നടത്തണം. അതിൻ്റെ തനി ആവർത്തനമാണ് ഇപ്പം രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് കറണ്ട് ഇഷ്യൂ, അല്ലാണ്ട് മുസ്ലിം ഹിന്ദു പ്രശ്നമായിട്ടല്ല ഞങ്ങൾ വയനാട്ടിലെ ഇപ്പോഴത്തെ ഇഷ്യൂസിനെ കാണുന്നത്. മുസ്ലിം ലീഗിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് മുസ്ലിങ്ങൾക്കെതിരല്ല. സ്വാഭാവികമായിട്ടും ഈ 16 രാജ്യങ്ങളായി വിഭജിക്കണമെന്ന് പറഞ്ഞവരും 2ആയി വെട്ടിമുറിക്കണമെന്ന് പറഞ്ഞവരും അരുതെന്ന് പറഞ്ഞവരുമായ കോൺഗ്രസ് ഇപ്പം എന്താ പറയുന്നു, ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയുമായി വേർതിരിക്കണം. ദക്ഷിണേന്ത്യ ഈ വാദഗതി അപകടകരമാണ്. കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ വിതച്ച ഈ വിത്ത് വിനാശത്തിൻ്റെ വിത്താണ് അവർ വിതച്ചിട്ടുള്ളത്. ദക്ഷിണേന്ത്യയോട് വിവേചനം കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിവേചനം എന്ന വാദഗതി ആരും ഇതുവരെ ഉന്നയിച്ചായിട്ട് എനിക്കറിയില്ല. ദ്രാവിഡസ്ഥാൻ എന്ന വാദഗതി വിഘടനവാദികൾ ഉന്നയിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. DK ഒക്കെ ഉന്നയിച്ച കാലഘട്ടം ഞാൻ ഓർക്കുന്നു. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുവരെ അവർ 50 കൊല്ലം നേരിട്ടും 10 കൊല്ലം അവരുടെ പിന്തുണയോട് 60 കൊല്ലം രാജ്യം ഭരിച്ച പാർട്ടിയാണ്. ആ പാർട്ടി എപ്പോഴെങ്കിലും ദക്ഷിണേന്ത്യയോട് അങ്ങനെ ഒരു അവഗണന കാട്ടുന്നു എന്നുള്ള വാദഗതി എപ്പോഴാണ് ഉന്നയിച്ചിട്ടുള്ളത്? അവരുടെ ഏത് പ്രമേയത്തിലുള്ളത്? വാജ്പേയിയുടെ മുന്നണി സർക്കാരിനെ എതിർത്തുകൊണ്ട് പിച്ചുമുടി ചേർന്ന പ്രമേയം, അതാണ് അവരുടെ ആകെയുള്ള രാഷ്ട്രീയ പ്രമേയം. അത് പറയാവും. പിച്ചുമുടി കോൺഗ്രസിന്റെ പ്രമേയത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദക്ഷിണേന്ത്യയോട് വാജ്പേയി ഭരണകൂടം അല്ലെങ്കിൽ ഇന്നത്തെ ഭരണകൂടം വിവേചനം കാണിച്ചു? ആ വിവേചന വാദഗതി ഇപ്പോഴാണ് ഉന്നയിക്കുന്നത്. ആ ഉന്നയിക്കുമ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നു, മതപരമായ അംശത്തിലല്ല ഞാൻ പറയുന്നത്, പഴയ സർവേന്ത്യ ലീഗ് 1906 തുടങ്ങിയ സർവേന്ത്യ ലീഗ്, ആ ലീഗിൻ്റെ പൈതൃകം അതിനെ തള്ളിപ്പറയാൻ കോൺഗ്രസും മുസ്ലിം ലീഗും തയ്യാറുണ്ടോ എന്ന് BJP ചോദിക്കുക. സർവേന്ത്യ ലീഗിനെ തള്ളിപ്പറയാൻ സാധിക്കുമെങ്കിൽ തള്ളിപ്പറയട്ടെ. അവർ പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൻ്റെ കൈവശമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം പുസ്തകമാക്കിയിട്ട് ചന്ദ്രിക പബ്ലിഷ് ചെയ്ത് എൻ്റെ കൈവശം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് പിന്നീട് നമുക്ക് പറയാം. ധാക്കയിലെ സൂര്യോദയം 1ാമത്തെ ചാപ്റ്റർ. ധാക്കയിലെ സൂര്യോദയം എന്താ? 1906 ധാക്കയിൽ ചേർന്ന യോഗത്തിൽ വെച്ചിട്ട് സർവേന്ത്യ ലീഗ് രൂപം കൊടുത്ത ദിവസമാണ്. ഫസ്റ്റ് ചാപ്റ്റർ അതാണ്. ഞാൻ ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആണ് പറയുന്നത്. ഞാൻ വസ്തുതകളായി പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ മുസ്ലിം ലീഗ് സർവേന്ത്യ ലീഗിൻ്റെ പൈതൃകത്തെ തള്ളിപ്പറയുമോ? അത് തെറ്റായിപ്പോയി, അന്നത്തെ സർവേന്ത്യ ലീഗ് തെറ്റായിരുന്നു എന്ന് ഒരഭിപ്രായമുണ്ടെങ്കിൽ അവരത് തുറന്നു പറയണം. കോൺഗ്രസും അത് തുറന്നു പറയണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇത് രാജ്യത്തിൻ്റെ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി ഇതിനെ തുറന്നിട്ടുണ്ടാകാം, ഈ വിവേചനമുണ്ടായി. ഇന്നലെ ഇവിടെ നിന്നോട് പറഞ്ഞത് സൗത്ത് ഇന്ത്യയിൽ BJP തുടച്ചു നീക്കും, തെക്കേ ഇന്ത്യയിൽ തുടച്ചു നീക്കുമെന്ന് AICCയുടെ ജനറൽ സെക്രട്ടറി മുൻ കേരള മുഖ്യമന്ത്രി ഇവിടെ വെച്ച് പറയുകയുണ്ടായി. ഈ തുടച്ചു നീക്കൽ മനസ്ഥിതിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ജനാധിപത്യത്തെ തുടച്ചു നീക്കും എന്ന് പറയുന്ന മനസ്ഥിതിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ആ മനസ്ഥിതി ജനാധിപത്യ വിരുദ്ധമാണ്. കോൺഗ്രസിനെ കുറിച്ച് ഗാന്ധിജി മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് പറഞ്ഞതുണ്ട്, അത് പറയാം നമുക്ക്. അതുപോലെ അല്ലേ ഇത്? ഈ തുടച്ചു നീക്കൽ മനസ്ഥിതി ഒരു ഏകാധിപത്യ സംവിധാനത്തിൽ മാത്രമേ പറയാൻ സാധിക്കൂ. അതുകൊണ്ട് ഈ അടിസ്ഥാനപരമായ കാര്യം ഞാനിവിടെ ഉന്നയിക്കുന്നു. ഇത് അപകടകരമായ പോക്കാണ്. രാജ്യത്ത് ജനങ്ങൾ ആശ്രയത് ഹിമാചലം ഭാരതം ഒന്നാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഒരേ മനസ്ഥിതിയോടുകൂടി നിൽക്കുമ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടിയിട്ട് ഉള്ള സമീപനം സ്വീകരിക്കുന്നത് ആപത്കരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആ നിലയിലേക്ക് പോയത് അത്യന്തം ആപത്കരമായി എനിക്ക് തോന്നുകയാണ്. ആശങ്കയോടെ ഞാൻ അതിനെ നോക്കിക്കാണുകയാണ്. അതിനനുസൃതമായി ഉമ്മൻചാണ്ടിയെപ്പോലുള്ള ആളുകൾ ഇവിടെ പറഞ്ഞത് വളരെ ദൗർഭാഗ്യകരമായി പോയി. BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്.